വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ കയറാൻ ചേച്ചി അനുഭവിച്ച കഷ്ടപ്പാടുകൾ അങ്കിളിന് ഓർമ്മയുണ്ടല്ലോ. മറ്റൊരാളുടെ ഭാര്യയായിട്ട് അഭിനയിച്ച് ജീവിക്കേണ്ട ഗതികേട് വരെ എന്റെ ചേച്ചിക്ക് വന്നില്ലേ? എന്നിട്ട് അവസാനം ചന്ദ്രോത്ത് എത്തിയപ്പോ ഓരോ ദിവസവും പ്രഭ ആന്റി ചേച്ചിയെ തീ തീറ്റിച്ചില്ലേ? മീരയെ നന്ദേട്ടൻ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ചേച്ചി ഒഴിഞ്ഞു പോണെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയില്ലേ? എത്ര ദിവസം പറഞ്ഞാലാണ് ചേച്ചി കുടിച്ച കണ്ണീരിന്റെ കഥകൾ അവസാനിക്കുക? മീരയുടെ മരണത്തിന്റെ കുറ്റക്കാരി ചേച്ചിയായി. ചേച്ചി MLA മത്സരിച്ചതിന് എന്തൊക്കെ ആക്ഷേപങ്ങളാ പ്രഭ ആന്റിയും രജനി ചേച്ചിയും കൂടി പറഞ്ഞത്? ജയിച്ചതും കുറ്റമായിരുന്നു. അവസാനം മനസ്സമാധാനം കെടുത്താൻ ഒരു ഇസബെല്ലെ വന്നു കയറി. ഇപ്പൊ ഇതാ ഋഷിയുടെ കൊലപാതക കുറ്റമായി നന്ദേട്ടന് നിൽക്കുന്നു. അതിന്റെ ആരോപണങ്ങളും കറങ്ങി തിരിഞ്ഞ് ഇനി ചേച്ചിയുടെ തലയിൽ തന്നെ വരും അല്ലേ? മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? ദയവായെങ്കിൽ ഈ കേസിൽ ചേച്ചിയെ വലിച്ചിഴക്കരുത്. അതവിടെ ചന്ദ്രോത്ത് തന്നെ പറഞ്ഞവസാനിപ്പിക്കണം. നിങ്ങൾ എല്ലാരും കൂടി കൈകാര്യം ചെയ്ത് എന്താണെന്ന് വെച്ചാ ചെയ്യണം.